ഇന്ന് നിൽക്കുന്നത് ഗീവറീസ് പുണ്യാളൻ്റെ സ്റ്റാച്ചുവിന് മുമ്പിലാണ്. ഈ ഗീവറീസ് പുണ്യാളനൊരു പാമ്പിൻ്റെ പുറത്ത് നിൽക്കുന്നൊരു സീനാണ്. പണ്ട് ഞങ്ങളുടെ പള്ളിയിൽ ഗീവറീസ് പുണ്യാളനുണ്ടായിരുന്നു. അപ്പം പാമ്പിങ്ങനെ മുകളിൽ നിൽക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഈ പാമ്പിൻ്റെ വായി കൊണ്ട് എല്ലാവരും പൈസ വെച്ച് കൊടുക്കുമല്ലോ. അപ്പം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഈ പള്ളിയിൽ കയറിയിട്ട് ഗീവറീസ് പുണ്യാളനോട് പറഞ്ഞിട്ട് ഈ പൈസ എല്ലാം എടുത്തിട്ട് പോയിട്ട് മുട്ടായി മേടിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ഗീവറീസ് പുണ്യാളനെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ കിട്ടി. കണ്ടോ, ഗീവറീസ് പുണ്യാളൻ്റെ പുറത്ത് പാമ്പിൻ്റെ പുറത്ത് ഗീവറീസ് പുണ്യാളൻ കയറി നിൽക്കുന്നുണ്ടോ. അപ്പം ഈ കോഴീനെയൊക്കെ കൊണ്ട് പള്ളിയിൽ കൊടുക്കും. എന്തിനാണെന്നറിയോ? ആ പൈസ എടുത്തിട്ട് പിന്നെ കോഴി വിറ്റ പൈസ കൊണ്ട് അച്ഛന്മാരും കൈക്കാരന്മാരും കൂടെ പുട്ടടിക്കും. അപ്പോൾ അതാണ് ഈ ഗീവറീസ് പുണ്യാളനെ പറ്റിയുള്ളൊരു ഐതിഹ്യം. അങ്ങനെയാണ്. ആണോ, പാമ്പ് പിടിക്കുക എന്നാണ് പറയുന്നത് കോഴീനെ കൊടുത്തില്ലെങ്കിൽ. പക്ഷേ ഇപ്പം നമ്മൾ പള്ളിയിൽ കൊണ്ട് കോഴിയെ കൊടുക്കും. ആ പൈസ എടുത്തിട്ട് അവർ ആഡംബരമായിട്ട് പുട്ടടിക്കും. ഇതാണ് സംഭവം. അപ്പോൾ കണ്ടോ, ഞാൻ ഗീവറീസ് പുണ്യാളൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഇതാണ് ഗീവറീസ് പുണ്യാളൻ.